നൂതന മാർഗങ്ങളിലൂടെ നാടിന്റെ വികസനത്തിനായി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന MLA-യാണ് KN ഉണ്ണികൃഷ്ണനെന്ന് മന്ത്രി പി രാജീവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിതബോട്ട് ആംബുലൻസ് മെഡിക്കൽ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. മന്ത്രിസഭ അംഗീകരിച്ച 3716 കോടിയുടെ കനാൽ പുനരുജ്ജീവനം സാധ്യമാകുന്നതോടെ കടമക്കുടി ഉൾപ്പെടെയുള്ള കൊച്ചി ലോകോത്തര ടൂറിസം കേന്ദ്രമാകുമെന്ന് വ്യവസായ നിയമകാര്യ മന്ത്രി പി രാജീവ്. പിഴല സാമൂഹ്യാരോഗ്യ കേന്ദ്രം പരിസരത്ത് രാജ്യത്തെ ആദ്യ ഹരിത മെഡിക്കൽ ആംബുലൻസ് ഡിസ്പെൻസറിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അസൂയോടുകൂടി നോക്കുന്ന പ്രവർത്തനങ്ങളാണ് MLA നിലയിൽ ഉണ്ണികൃഷ്ണനോട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലെയും കാര്യങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ഇടപെട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൂതനമായ രീതികൾ ഉൾപ്പെടെ ആവിഷ്കരിക്കുന്നതിന് ബഹുമാനായ വൈദ്യന്റെ പ്രിയപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണന് ആദ്യം തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഇപ്പോ നമ്മുടെ വല്ലാർപാടത്തോട് ചേർന്ന് വല്ലാർപാടം നിലവിൽ തന്നെ റൺ ചെയ്യുന്നതിന്റെ കമ്പനി ഞാൻ യൂണിറ്റ് ലീഡർ എന്ന് പറയുന്നത് ശ്രീ മുരളീധരനോടെ ഉണ്ട്, അവരുടെ ടീമുണ്ട്. അവരെ ഇന്നലെ CSR ഇനീഷ്യേറ്റീവിലൂടെ ഈ നാടിന്റെ ആവശ്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തതിന് I would like to extend our gratitude to unit leaders and their team. You want to say more from your side? എന്തായാലും ഞാൻ ദീർഘമായ പ്രസംഗത്തിൽ അധ്യക്ഷൻ കാര്യമായി നൂതന മാർഗങ്ങളിലൂടെ നാടിന്റെ വികസനത്തിനായി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന MLA-യാണ് ഉണ്ണികൃഷ്ണൻ MLA എന്നും മന്ത്രി പറഞ്ഞു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന പ്രദേശങ്ങളാണ് കടമക്കുടിയിലേത്. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഏറിവരുന്നതിനാൽ ഇവിടങ്ങളിൽ പുതിയ പദ്ധതികൾ തുടങ്ങാൻ ചില ആശങ്കകളുണ്ട്. എന്നാൽ പ്രകൃതിയോടിണങ്ങുന്ന സോളാർ പദ്ധതികൾക്ക് ഇവിടെ സാധ്യതയുണ്ട്. ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ താമസിയാതെ ഇവിടെയും വരുമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഭൂവിസ്തൃതിയിൽ തുലോം 2% താഴെയുള്ള കേരളത്തിലാണിന്ന് കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉള്ളത്. നേരത്തെ 48 ആയിരുന്നു, ഇന്ന് 98 ഉയർന്നു. രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ 38 ഹോട്ടലുകളാണുള്ളത്. ടൂറിസം മേഖലയിലെ നൂതന സംരംഭങ്ങളും വികസന പ്രവർത്തനങ്ങളും വഴി കടമക്കുടി ഉൾപ്പെടെയുള്ള കൊച്ചി ലോക ടൂറിസം രംഗത്ത് മികച്ച കേന്ദ്രമായി മാറുമെന്ന് പി രാജീവ് വ്യക്തമാക്കി. ദ്വീപിന്റെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ചാത്തനാട് കടമക്കുടി പാലത്തിന്റെ ഉദ്ഘാടനം താമസിയാതെ ഉണ്ടാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KN ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. കടമക്കുടി പഞ്ചായത്ത് അതിന്റെ വികസനത്തിന്റെ വഴികൾ തേടുന്ന പുതിയ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. എനിക്കൊരു ദൗർബല്യമുള്ളത് എല്ലാ പുതിയ കാര്യങ്ങളും ആദ്യം നമ്മുടെ മണ്ഡലത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ നിലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഈ ഹരിത ആംബുലൻസ് ക്ലിനിക് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതോടൊപ്പം കോതാട് ചേന്നൂർ പാലവും താമസിയാതെ യാഥാർത്ഥ്യമാകും. ഇത് സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ജിഡയിൽ നടന്ന യോഗത്തിൽ പരിഹരിക്കപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഒപ്പം നിർത്തി കടമക്കുടിയെ ടൂറിസം ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ആവിഷ്കരിക്കുന്നത്. 8 കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. വൈപ്പിൻ മണ്ഡലത്തിലെ 20 സ്കൂളുകളിലുമായി MLA ഫണ്ടിൽ നിന്നുള്ള 12 ലക്ഷം രൂപ ചെലവിൽ ഈ ലൈബ്രറി ഈ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ 2.5 കോടി രൂപയുടെ CSR ഫണ്ടും ഇതിന് കിട്ടിയിട്ടുണ്ട്. പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ മുഴുവൻ സ്കൂളിലും ഈ ലൈബ്രറിയുള്ള സംസ്ഥാനത്തെ ആദ്യ നിയോജക മണ്ഡലമായി വൈപ്പിൻ മാറും. കടലാക്രമണത്തിൽ നിന്ന് തീരദേശ ജനതയെ രക്ഷിക്കാൻ സിന്തറ്റിക് ജിയോ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള വലിയ പദ്ധതിയും വൈപ്പിനിൽ താമസിയാതെ തുടങ്ങുമെന്ന് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു.
യൂണിഫീഡർ ലോജിസ്റ്റിക് മേഖല ഡയറക്ടർ CM മുരളീധരൻ ആംബുലൻസ് ബോട്ടിന്റെ താക്കോൽ വ്യവസായ മന്ത്രി P രാജീവിന് കൈമാറി. പ്ലാനറ്റ് എർത്ത് അധ്യക്ഷൻ മുജീബ് മുഹമ്മദ് പദ്ധതി അവതരിപ്പിച്ചു. കടമക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വിപിൻ രാജ്, കൊച്ചി DP വേൾഡ് CEO പ്രവീൺ തോമസ് ജോസഫ്, യൂണിഫീഡർ നിയമോപദേഷ്ടാവ് കൃഷ്ണ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ് സ്വാഗതവും പിഴല PHCയിലെ ഡോക്ടർ ശ്രീലാൽ നന്ദിയും പറഞ്ഞു.